ആ വാക്കുകൾക്ക് എന്താണ് അർത്ഥമെന്ന് മനസ്സിലായത്. പല ബൈബിൾ പണ്ഡിതന്മാരും പറയുന്നത് ഏശയ്യായുടെ പ്രവചനം ഒരു താക്കോൽ പഴുത് പോലെയാണ്. അത്ഭുതകരമായ താക്കോൽ പഴുത്. അതിനകത്ത് ഏത് താക്കോലിട്ടാലും പാകാവുക? യേശു എന്ന താക്കോല് മാത്രമേ അതിൽ കയറുള്ളൂ. ആഹാസ രാജാവിന്റെ മകനാണെന്ന് താക്കോല് ആ പഴുതിൽ കയറില്ല. ഏശയ്യായുടെ മകനാണ് എന്ന് പറഞ്ഞാൽ അത് കയറില്ല. ആകെ കൂടി ഈ അത്ഭുതകരമായ താക്കോൽ പഴുത് എന്ന് പറയുന്ന ഏശയ്യായുടെ പ്രവചനത്തിൽ ഫിറ്റാകുന്ന ഒരേ ഒരു വ്യക്തി കന്യകയിൽ നിന്ന് ജനിച്ച യേശുക്രിസ്തു മാത്രമാണ്. അന്ന് ഈ പ്രവചനം പറയുമ്പോൾ ഏശയ്യാക്ക് പോലും അറിയില്ലായിരുന്നു ഇങ്ങനെ ഭാവിയിൽ കന്യകയിൽ നിന്ന് ജനിക്കുന്ന ഒരു ശിശുവിനെ കുറിച്ചാണ് ഏശയ്യാ പ്രവചിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. കാരണം ദൈവം അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചതാ. ആ വാക്കുകളുടെ പൊരുള് അന്ന് അദ്ദേഹത്തിന് അറിയില്ല. ആ വാക്കുകള് അർത്ഥം കാത്തു കിടക്കുകയായിരുന്നു. ആ വാക്കുകളുടെ ഉടമസ്ഥനായ ദൈവം ഭൂമിയിൽ ജനിച്ചു. കന്യകയിൽ നിന്ന് ജനിച്ചപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് അത്ഭുതകരമായ ഒരു സ്ത്രീയെക്കുറിച്ചും അത്ഭുതകരമായ ഒരു ശിശുവിനെ കുറിച്ചും അത് നമ്മുടെ എല്ലാവരുടെയും ഭാവിയെ ബാധിക്കുന്ന ഒരു ശിശുവിനെ കുറിച്ചുമാണ്, പുതിയ മനുഷ്യനെ കുറിച്ചായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുകയായിരുന്നു. ഇത് തീർത്തും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഗതിയാണോ? കന്യകയിൽ നിന്നുള്ള ജനനം എന്ന് പറയുന്നത് തീർത്തും അസംഭവ്യമാണോ? എനിക്ക് തോന്നുന്നു തകഴിയുടെ ഒരു നോവലിലോ മറ്റോ ആദ്യത്തെ വാചകം കന്യക പ്രസവിച്ചു എന്ന മറ്റാണ്. ഹൈന്ദവ പാരമ്പര്യത്തില് കന്യകാത്വത്തെക്കുറിച്ചുള്ള മനോഹരമായ പാരമ്പര്യമുണ്ട്. ഒരു കീർത്തനം ഇങ്ങനെയാണല്ലോ: അഹല്യ, ദ്രൗപദി, കുന്തി, താര, മണ്ഡോദരി. ഈ പഞ്ചകന്യകമാരെ സ്മരിക്കുമ്പോൾ മഹാപാതക ശമനം, മഹാപാപങ്ങൾ പോലും ഈ പഞ്ചകന്യകമാരെ സ്മരിക്കുമ്പോൾ ഇല്ലാതാകുന്നു. അഹല്യ എന്ന വാക്കിന് തന്നെ ഉഴുതുമറിക്കപ്പെടാത്തവൾ എന്നാണ് അർത്ഥം. ഭർത്താവിനാൽ ഉഴുതുമറിക്കപ്പെടാത്തവളാണ് അഹല്യ. അഹല്യ, ദ്രൗപദി, കുന്തി, താര, മണ്ഡോദരി, ഇങ്ങനെ പഞ്ചകന്യകമാര്, 5 കന്യകമാരെ കുറിച്ചാണ് ഈ ഹൈന്ദവ പാരമ്പര്യമുള്ളത്. അപ്പോൾ കന്യകാത്വം എന്ന് പറയുന്ന പാരമ്പര്യം തീർത്തും അന്യമൊന്നുമല്ല. എങ്കിലും കാതലായ ഒരു വ്യത്യാസമുണ്ട് ഈ ഹൈന്ദവ പാരമ്പര്യവും ക്രൈസ്തവ പാരമ്പര്യവും തമ്മിൽ. ഈ പറഞ്ഞ പഞ്ചകന്യകമാർക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഒന്നിലധികം മക്കളുണ്ടായിരുന്നു. അവര് മാനുഷിക പിതാക്കന്മാരിൽ നിന്ന് ജനിച്ചതുമാണ്. എന്നാൽ ക്രൈസ്തവ സങ്കല്പത്തില് 5 കന്യകമാരില്ല, ഒന്നേ ഉള്ളൂ. ആ കന്യകയാകട്ടെ അവൾക്ക് ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിലും നിയമപ്രകാരമുള്ള ഭർത്താവേ ഉള്ളൂ. ആ ഭർത്താവിൽ ജനിച്ചവനല്ല യേശുക്രിസ്തു. പരിശുദ്ധാത്മാവിൽ നിന്ന്, ദൈവത്തിന്റെ സർഗശക്തിയിൽ നിന്ന്, സൃഷ്ടിക്കാനുള്ള കഴിവിൽ നിന്ന് പുരുഷ സ്പർശനം ഏൽക്കാതെ ജനിച്ചുവെന്ന് ബൈബിളും ഖുറാനും സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ആ കന്യക എന്ന് പറയുന്നത് ജൈവപരമായി, ഓണ്ടോളജിക്കലായി വ്യത്യാസമുള്ള ഒരു കന്യകയാണ്. കന്യകാത്വത്തിന് ഭംഗം വരാതെ, ഭർത്താവിൽ നിന്ന് ഉള്ള ശിശുവല്ലാതെ ദൈവത്തിന്റെ സർഗശക്തിയിൽ നിന്ന് ജനിച്ച പുതിയ മനുഷ്യവംശമാണ്, പുതിയ സൃഷ്ടിയാണ് യേശുക്രിസ്തു. ഇതാണ് വാസ്തവത്തിൽ അവസാനത്തെ ആദം, ഭാവിയുടെ മനുഷ്യനെന്ന് പൗലോസ് പറഞ്ഞതെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഒരു കാര്യം കൂടി നമുക്കിവിടെ ചർച്ച ചെയ്യാനുണ്ട്. മറിയം എങ്ങനെയാണ് യേശുവിനെ ഗർഭം ധരിച്ചത്? സാധാരണഗതിയിൽ പുരുഷനിൽ നിന്നുള്ള ബീജസങ്കലനം വഴി, പുരുഷന്റെയും സ്ത്രീയുടെയും ബീജവും അണ്ഡവും ചേർന്നുള്ള അങ്ങനെയല്ല മറിയം ഗർഭം ധരിച്ചതെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് മറിയം ഗർഭം ധരിച്ചത് ഈ ദിവ്യനായ ദൈവപുത്രനെ? നമ്മൾ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ ഐക്കണുകളെല്ലാം കണ്ടാൽ മറിയം ചെവിയിലൂടെ ഗർഭം ധരിച്ചു എന്നാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങളത് ആക്ഷരികമായിട്ട് എടുക്കാൻ പാടില്ല. ചെവിയിലൂടെ ഗർഭം ധരിച്ചെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഭാഷാരീതിയാണ്. അനുസരണം എന്നുള്ളതിനുള്ള ഗ്രീക്ക് വാക്ക് ഹ്യുപ്പാക്കുവോ എന്നാണ്. ഹ്യുപ്പാക്കുവോ. ആക്കുവോ എന്ന വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്. അക്കുസ്റ്റിക്സ് എന്നൊക്കെ പറയില്ലേ, ചെവി, കേൾവിയുമായി ബന്ധപ്പെട്ടതാണ് ആക്കുവോ. ആക്കുവോ എന്ന് പറഞ്ഞാൽ കേൾക്കുക, ഹ്യുപ്പാക്കുവോ എന്ന് പറഞ്ഞാൽ ശരിയായി കേൾക്കുക. ശരിയായി കേൾക്കുന്നതാണ് അനുസരണം. അപ്പോൾ മറിയം ദൈവത്തിന് കൊടുത്ത അനുസരണത്തിലൂടെയാണ് മറിയം
ദൈവത്തിന്റെ വചനത്തിന് കൊടുത്ത ആ വചനം ശരിയായി കേട്ട് ആ വചനത്തിന് കൊടുത്ത അനുസരണത്തിലൂടെയാണ് ദൈവം അവളിൽ പ്രവർത്തിച്ചത്. ഇതാണ് ചെവിയിലൂടെ ഗർഭം ധരിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ബെനഡിക്ട് പാപ്പ പറയുന്ന ഒരു വചനം നമുക്ക് ഒന്ന് കേൾക്കാം. സ്വതന്ത്രമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിലേക്ക് നിബന്ധിച്ചിരുന്നല്ലോ. സ്വതന്ത്രമായി സൃഷ്ടിക്കപ്പെട്ട അവനെ വീണ്ടെടുക്കണമെങ്കിൽ ദൈവഹിതത്തിന് മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ കൊടുക്കുന്ന സമ്മതം ഉണ്ടായാൽ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. സ്വാതന്ത്ര്യത്തെ സൃഷ്ടിച്ചതോടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നു ദൈവത്തിന്. ആ വചനം നമുക്ക് ഒന്നുകൂടി കേൾക്കാം. സ്വാതന്ത്ര്യത്തെ സൃഷ്ടിച്ചതോടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നു ദൈവത്തിന്. മനുഷ്യന്റെ സ്വതന്ത്രമായ സമ്മതവുമായി ദൈവത്തിന്റെ ശക്തി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് മാലാഖയോട് മറിയം പറഞ്ഞപ്പോൾ മറിയം നൽകിയത് ഈ സ്വതന്ത്രമായ സമ്മതമാണ്. അവളുടെ അനുസരണത്തിലൂടെയാണ് ദൈവം അവളിൽ പ്രവേശിച്ചത്. അവളുടെ അനുസരണത്തിലൂടെയാണ് അവൾ യേശുവിനെ ഗർഭം ധരിച്ചത്. ഇത് അവതരിപ്പിക്കാനായി സഭാപിതാക്കന്മാർ മറിയം ചെവിയിലൂടെ ഗർഭം ധരിച്ചു എന്ന് പറയാറുണ്ട്. സ്വാഭാവികമായും നമുക്ക് ഒരു സംശയം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദിവ്യഗർഭങ്ങളെ കുറിച്ച് ധാരാളം ചർച്ചകൾ യവന ലോകത്തും നമ്മുടെ ലോകത്തൊക്കെ ഉണ്ട്. ദേവന്മാരും ദേവിമാരും തമ്മിലുള്ള ദിവ്യഗർഭങ്ങൾ, യേശുവിന്റെ ജനനവും മറിയത്തിന്റെ ഗർഭധാരണവും ഈ ദിവ്യഗർഭങ്ങൾ തമ്മിൽ സാരമായ ജൈവപരമായ വ്യത്യാസങ്ങളുണ്ട്. അതെല്ലാം ഇങ്ങനെ ഒരു പ്രഭാഷണത്തിൽ എനിക്ക് പറയാൻ സാധിക്കില്ല. വളരെ വിശദമായി ഇതേക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലെ മറിയം എന്നൊരു പുസ്തകം. മറിയത്തെക്കുറിച്ച് 32 പരാമർശങ്ങളുണ്ട് പുതിയ നിയമത്തില്. ആ 32 പരാമർശങ്ങളെയും എടുത്ത് വളരെ വിശദമായി ഈ ദിവ്യഗർഭങ്ങളും കന്യകയുടെ ഗർഭധാരണം തമ്മിലുള്ള വ്യത്യാസത്തെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ പുസ്തകത്തിലേക്കും അതുപോലെ തന്നെ ബെനഡിക്ട് പാപ്പ തയ്യാറാക്കിയിരിക്കുന്ന 3 വാല്യങ്ങള് ആ വാല്യങ്ങളിലേക്കും പോകണമെന്നാണ് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുക. നസ്രത്തിൽ യേശു എന്ന് പറഞ്ഞ് 1-ാമത്തെ വാല്യം, 2-ാമത്തെ വാല്യം, 3-ാമത്തെ വാല്യം. ഈ 3-ാമത്തെ വാല്യത്തില് കൃത്യമായിട്ട് ഇതേക്കുറിച്ചെല്ലാം ബെനഡിക്ട് പാപ്പ ഒരു പക്ഷേ ഈ ഐൻസ്റ്റൈനെ പോലെയൊക്കെ പറഞ്ഞതുപോലെ അത്രയും ബുദ്ധിയുള്ള യുക്തിപരമായി ചിന്തിക്കുന്ന ഒരു മാർപ്പാപ്പിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ശാസ്ത്രവും ബൈബിളും യുക്തിയും എല്ലാം വെച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. വളരെ ശ്രേഷ്ഠമാണ്. അതിനാൽ ഈ ഗ്രന്ഥങ്ങളിലേക്ക് തിരിയണമെന്നാണ് ഞാൻ പറയുക. നമുക്കൊരു പോയിന്റ് കൂടി ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മുടെ ചർച്ചയിൽ നമ്മൾ കണ്ടു ആരാണ് മനുഷ്യൻ. അതിനുത്തരമായി നമ്മൾ കണ്ടത് ദൈവം മനുഷ്യനായെങ്കിൽ ആ മനുഷ്യനായിരിക്കണം സാക്ഷാൽ മനുഷ്യൻ. അങ്ങനെ യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ്. മുന്തിരിച്ചെടി എന്ന് പറയുന്നത് ബൈബിളില് മനുഷ്യന്റെ ഒരു പ്രതീകമാണ്, മനുഷ്യവംശത്തിന്റെ പ്രതീകമാണ്. അപ്പോൾ ആ വാക്കിന് എന്താണ് അർത്ഥം? ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ് എന്ന് പറഞ്ഞാൽ ഞാനാണ് സാക്ഷാൽ മനുഷ്യൻ. പരിണാമ സിദ്ധാന്തം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, നമ്മൾ മനുഷ്യനാകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ടില്ല, പരിപൂർണതയിൽ എത്തിയിട്ടില്ല, അന്തിമമായി നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ എത്തുമ്പോൾ നമ്മൾ എങ്ങനെയിരിക്കും? അതാണ് യേശുക്രിസ്തു. അതിനെയാണ് പൗലോസ് അവസാനത്തെ ആദാം, ഭാവിയുടെ മനുഷ്യൻ എന്നൊക്കെ അവതരിപ്പിച്ചത്. അപ്പോൾ നമുക്കൊരു ചോദ്യം കൂടി, യേശുവിനെ സാക്ഷാൽ മനുഷ്യനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? നമ്മുടെ അനുഭവങ്ങൾ കൂടാതെ 2 തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നമുക്കറിയാം. ഒന്ന്, ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം എന്ന് ഞാൻ പറയുമ്പോൾ പ്രധാനമായും ബൈബിളാണ്. അതേസമയം ദൈവത്തിന്റെ നിവേശനത്വം ബൈബിളിന് പുറമെയുള്ള ഗ്രന്ഥങ്ങളിലും ഹൈന്ദവ, ഇസ്ലാമിക അതുപോലെയുള്ള മറ്റു മതങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലെല്ലാം നിഴൽ പോലെ കിടക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെ യഥാർത്ഥ പരിപ്രേക്ഷ്യത്തിൽ കാണുമ്പോൾ യേശു ആരെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു. ദൈവത്തിന്റെ വചനമാണ് യേശുവിനെ, സാക്ഷാൽ മനുഷ്യനെ, ഭാവിയുടെ മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ മാർഗം. 2-ാമത്തെ മാർഗം ഈ വചനത്തിന്റെ സാക്ഷാത്കാരമായ കൂദാശകള് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഒരു കൂദാശയെ പറ്റി ചർച്ച ചെയ്യുകയാണ്.
എങ്ങനെയാണ് ഒരാൾ ക്രിസ്ത്യാനിയാകുന്നത്? എങ്ങനെയാണ് ഒരാൾ കത്തോലിക്കനാകുന്നത്? മാമോദീസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം എന്ന് പറയുന്ന ആദ്യത്തെ കൂദാശ. എന്താണ് ഈ കൂദാശയിൽ സംഭവിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രഭാഗത്ത് നമ്മൾ കാണുന്നത് രണ്ട് കർമ്മങ്ങളാണ്. ഒന്ന്, വൈദികൻ മെത്രാനത്തൻ വെഞ്ചരിച്ച തൈലമെടുത്ത് ശിശുവിന്റെ തലയിലും നെഞ്ചത്തും പൂശുന്നു. തൈലം എന്നുള്ളത് ബൈബിളിലെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. ഈ ശിശു പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നുവെന്നാണ് വൈദികൻ തൈലമെടുത്ത്, ആത്മാവിന്റെ പ്രതീകമായ തൈലമെടുത്ത് ശിശുവിന്റെ ശിരസിലും ഹൃദയത്തിലും പൂശുമ്പോൾ ഈ ശിശുവിന്റെ ശിരസും ഹൃദയവും മൊത്തം പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നു. കന്യകയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ജനിച്ച യേശുക്രിസ്തുവിനെ പോലെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച ഈ ശിശു വീണ്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ പിറന്നു വീഴുന്നുവെന്നാണ് സങ്കല്പം. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യുന്നത് ഈ ശിശുവിനെ മാമോദിസ തൊട്ടിയിൽ കൊണ്ടുപോയി ആ തലയിലെ വെള്ളമൊഴിക്കുകയാണ്. എന്താണ് ഈ വെള്ളം? സഭയുടെ ഗർഭപാത്രം എന്നാണ് മാമോദിസ തൊട്ടിയുടെ അർത്ഥം. സഭയുടെ ഗർഭപാത്രം, കന്യകയായ മറിയത്തിന്റെ ഗർഭപാത്രം പോലെ കന്യകയായ സഭയുടെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ വീണ്ടും പിറന്നു വീഴുന്ന കർമ്മമാണ് മാമോദീസ. അപ്പോൾ നമ്മൾ യേശുവിന്റെ വംശാവലിയിൽ എങ്ങനെ പങ്കെടുക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങളില് നമ്മൾ യേശുക്രിസ്തുവിന്റെ വംശാവലിയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് എഴുതിയിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവൻ എന്നല്ല, അവർ ദൈവമക്കള്. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ നമ്മൾ ജനിച്ചത് ദൈവമക്കളായിട്ടല്ലേ? ദൈവഛായയിലല്ലേ നമ്മൾ ജനിച്ചത്? ആണോ അല്ലയോ? ആണ്. പിന്നെന്താ ദൈവമക്കളാകണമെന്ന് പറയണേ? ദൈവഛായയിൽ ജനിച്ച ദൈവമക്കളായിട്ടല്ലേ? പിന്നെ ദൈവമക്കളാകണമെന്ന് പറയുന്നത് എങ്ങനെയാ? നമുക്കൊരു ഉദാഹരണം നോക്കാം. ആരെങ്കിലും ഒന്ന് കയറി വരൂ, കയറി വരൂ. എന്താ പേര്? റോബിൻ. റോബിന്റെ മുമ്പത്തെ പേരും റോബിൻ എന്ന് തന്നെയായിരുന്നോ? കുട്ടിയായിരിക്കുമോ? റോബിൻ എന്ന് തന്നെയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിയായിരുന്നു, ഇപ്പോൾ റോബിൻ ഒത്താണായി. അതേ റോബിൻ തന്നെയാണോ ഈ റോബിൻ? അതെ. റോബിൻ മുഴുവനായി കഴിഞ്ഞോ? റോബിൻ വളർന്ന് വളർന്ന് റോബിനായി കഴിഞ്ഞോ? പൂർണ്ണമായും റോബിൻ ആയോ? ആയിട്ടില്ല. എപ്പോഴാ ആകുക? വളർന്നുകൊണ്ടിരിക്കുകയാണ് റോബിൻ. വളർന്ന് വളർന്ന് പൂർണ്ണമായും റോബിൻ ആകും. എപ്പോ? പറ്റില്ല. റോബിനായി തന്നെ മരിക്കുമ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് ഓപ്പറേഷൻ ചെയ്ത് വേറെ ആളായി പോയാൽ പോയി. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, റോബിൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് റോബിനായിട്ടല്ലേ? അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണത് റോബിനായിട്ടല്ലേ? റോബിനായിട്ടല്ലേ വളർന്നത്? ഇനി വളർന്ന് റോബിൻ ആകണം. അപ്പൊ അതിനെന്താ അർത്ഥം? ആയിരുന്നത് ആയിത്തീരണം. റോബിൻ ആയിരുന്നു, പക്ഷെ റോബിൻ ആയിത്തീരണം. ഇതുപോലെ തന്നെയാണ് ദൈവമക്കളായി ജനിക്കുന്നവരുടെ കാര്യവും. പോയിക്കോളൂ. ആയിരിക്കുന്നത് ആയി തീരേണ്ടതുണ്ട്. ദൈവഛായയിൽ ജനിച്ച നമ്മള് ജീവിച്ച് ദൈവമക്കളായി മരിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് യോഹന്നാൻ പറഞ്ഞു വെച്ചത്. എന്താണത്? വിശ്വാസം. വിശ്വാസം വഴിയാണ് യേശുവിന്റെ വംശാവലിയിൽ നമ്മൾ സ്ഥാനം പിടിക്കുന്നത്. ഞാൻ ആവർത്തിക്കുക, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി.
അങ്ങനെ ദൈവമക്കളാകാൻ കഴിവ് നൽകിയവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ, ശരിക്കും പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ രക്തങ്ങളിൽ നിന്നോ വേണം, ബഹുവചനം. രക്തങ്ങളിൽ നിന്നല്ല, ശാരീരിക അഭിലാഷത്തിൽ നിന്നല്ല, ജഡത്തിന്റെ താല്പര്യത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇച്ഛയിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ. അപ്പൊ യേശു ജനിച്ചതുപോലെ തന്നെയല്ലേ നമ്മളും ജനിക്കണേ മാമോദീസായില്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സഭയുടെ ഗർഭപാത്രമാകുന്ന മാമോദീസ തൊട്ടിയില്, കന്യകാമറിയത്തിന്റെ ഗർഭപാത്രമാകുന്ന ആ ഗർഭപാത്രത്തിന്റെ പ്രതീകമാണ് മാമോദീസ തൊട്ടി. ആ മാമോദീസ തൊട്ടിയില് ഈ ശിശു പിറന്നു വീഴുകയാണ്. ഇതാണ് മാമോദീസ. യേശു ജനിച്ചതുപോലെ നമുക്ക് ജനനമുണ്ട്. യേശുവിന്റെ വംശാവലി നമ്മൾ പഠിച്ചപ്പോൾ ഒരു കാര്യം കണ്ടായിരുന്നു. യേശുവിന്റെ കാര്യത്തിൽ വരുമ്പോൾ വംശാവലി പിളർന്നു മാറുകയാണ്, പൊട്ടിപ്പിളരാണ്. ഇതുപോലെ നമ്മുടെ കാര്യത്തിലും ഒരു പൊട്ടിപ്പിളരലുണ്ട്. അതാണ് വിശ്വാസം. മനുഷ്യക്കുഞ്ഞായി ജനിച്ചവൻ മാമോദീസ തൊട്ടിയില് ദൈവമക്കളായി വീണ്ടും ജനിക്കുകയാണ്. ഞാൻ ആവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ കന്യകയുടെ ഗർഭപാത്രത്തിൽ യേശു ഉരുവായതുപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ, തൈലാഭിഷേകം പ്രവർത്തനത്താൽ മാമോദീസ തൊട്ടി എന്ന കന്യകയുടെ ഗർഭപാത്രത്തില്, സഭയുടെ ഗർഭപാത്രത്തിൽ പിറന്നു വീഴുകയാണ്. അതാണ് മാമോദീസ. നമ്മുടെ നാട്ടില് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന പെന്തക്കോസ്തുകാര് എന്ന് പറയുന്നൊരു വിഭാഗക്കാരുണ്ട്. അവരുടെ ആക്ഷേപം എന്താണ്? ഓ, കത്തോലിക്കരൊന്നും എത്ര നല്ല നന്മ ചെയ്താലും സ്വർഗത്തിൽ പോകില്ല. കാരണം എന്താണ്? അവർ ഒഴുകുന്ന വെള്ളത്തിലല്ല മുങ്ങുന്നത്, തലയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അവർക്ക് സഭാ പാരമ്പര്യം ഒന്നും തന്നെ അറിയില്ല. സഭയിലെ കൂദാശൽ എങ്ങനെ പരികർമ്മം ചെയ്യണമെന്ന് എഴുതപ്പെട്ടത് ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതൊന്നുമല്ല. യേശുവിന്റെ അപ്പസ്തോലന്മാരുടെ കാലയളവിൽ എഴുതപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേരാണ് ഡിഡാക്കെ. AD 100 ആ ഗ്രന്ഥം എഴുതപ്പെട്ടത്. 12 അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ എന്നാണ് ആ പുസ്തകത്തിന്റെ മുഴുവൻ പേര്. അതിൽ എഴുതിയിരിക്കുന്നത് 4 തരത്തില് മാമോദീസ മുക്കാമെന്നാണ്. ഒഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ അവിടെ മുക്കാം, സൗകര്യമുണ്ടെങ്കിൽ അവിടെ മുക്കാം, നല്ലതാണ്. രണ്ടാമത്തത്, ഒഴുകുന്ന വെള്ളമില്ലെങ്കിൽ പള്ളിക്കുളം, ക്ഷേത്രക്കുളം പോലെ പള്ളിക്കുളം ഉണ്ടെങ്കിൽ അവിടെ മുക്കാം. അതിന് സൗകര്യമില്ലെങ്കിൽ തലയിൽ വെള്ളമൊഴിച്ച് മാമോദീസ മുക്കാം. അതേസമയം മാമോദീസ മുങ്ങുന്ന വ്യക്തി പനിയോ മറ്റസുഖമുള്ള ആളാണെങ്കിൽ ചെറു ചൂടുവെള്ളം ഉപയോഗിക്കാമെന്നും ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. 4 തരത്തിലാകാമെന്ന് സഭയുടെ ആരംഭകാലം മുതലേ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഒഴുകുന്ന വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടാകണമെന്നില്ല, എല്ലാവരുടെയും ക്ഷേത്രക്കുളം ഉണ്ടാകണമെന്നുമില്ല. ഇനി അമ്മയുടെ ഗർഭപാത്രമാണ് യഥാർത്ഥത്തിൽ വെള്ളത്തിന് പ്രതീകമെങ്കിൽ ഒഴുകുന്ന വെള്ളത്തെക്കാൾ കേമം മാമോദീസ തൊട്ടിയിലെ വെള്ളം തന്നെയാണ്. ഗർഭപാത്രം അങ്ങനെയാണ്. മാമോദീസ തൊട്ടിയാണ് ഗർഭപാത്രത്തിന്റെ ശരിയായ ചിഹ്നം. മാമോദീസ തൊട്ടി എന്ന സഭയുടെ ഗർഭപാത്രത്തിൽ പിറന്നു വീഴുന്നതിൽ മനോഹരമായ അർത്ഥമുണ്ട്. അതിനാൽ അവരുടെ ആരോപണം ചരിത്രപരമായും തെറ്റാണ്, ദൈവശാസ്ത്രപരമായും തെറ്റാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഇതിനോട് നേരിട്ട് ബന്ധമുള്ളതല്ലെങ്കിലും ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴാണ് മാമോദീസ മുങ്ങേണ്ടത്? പണ്ടൊക്കെ പ്രസവിച്ച് 8ാം ദിവസം നമ്മൾ മാമോദീസ മുക്കിയിരുന്നു. ഇപ്പൊ കത്തോലിക്കരുടെ ഇടയിൽ പോലും കുറെ കഴിഞ്ഞിട്ടൊക്കെയാണ്. എപ്പോഴാണ് മാമോദീസ മുക്കേണ്ടത്? പ്രായപൂർത്തിയായി മതങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ് സ്വയം തീരുമാനിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ മനുഷ്യനെ കുറിച്ച് അവർക്ക് ചുക്കും അറിയില്ല എന്നാണ് ഞാൻ പറയാ. നിങ്ങൾ ശാസ്ത്രീയമായിട്ട് പഠിച്ചോളൂ. 5 വയസ്സിന് ശേഷം ഒരു കുട്ടിക്കും പുറത്തു നിന്ന് ഒരു അറിവ് പറഞ്ഞു കൊടുക്കാനോ വിശ്വാസം പറഞ്ഞു കൊടുക്കാനോ കഴിയില്ല. 5 വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ ബുദ്ധി ഉറച്ചു കഴിഞ്ഞു, 90% ഉറച്ചു കഴിഞ്ഞു. അതിനാൽ എത്രയും പെട്ടെന്ന് മാമോദീസ മുക്കാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. പ്രസവിച്ച് 4ാം മണിക്കൂറില് മാമോദീസ മുക്കി ഇപ്പോഴത്തെ ബെനഡിക്ട് പാപ്പായെ. അതായത് വലിയ ശനിയാഴ്ച, ദുഃഖ ശനിയാഴ്ച ആണ് അദ്ദേഹത്തെ പ്രസവിച്ചത്. പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പള്ളിയില് മാമോദീസ, ദുഃഖ ശനിയാഴ്ചയാണല്ലോ മാമോദീസ മുക്കുന്ന ദിവസം. അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു, ഇവിടെ കൊച്ചുണ്ടല്ലോ, അവിടെ മാമോദീസ ഉണ്ടല്ലോ, എന്തിനാ ദീർഘിപ്പിക്കണേ? അങ്ങനെ നേരെ 4 മണിക്കൂർ പ്രായമായ ആ ശിശുവിനെയും കൊണ്ട് പള്ളിയിൽ ചെന്ന് മാമോദീസ മുക്കി. ഐൻസ്റ്റൈനെ പോലെ അതുപോലെ ബുദ്ധിയുള്ള ഒരു മാർപ്പാപ്പയാണ് ഇപ്പൊ രാജിവെച്ച് സ്വസ്ഥമായി കഴിയുന്ന ബെനഡിക്ട് പാപ്പ.
അത്രയും ബുദ്ധിരാക്ഷസനാണ്. എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ ആ വരദാനം എത്രയും പെട്ടെന്ന് സ്വീകരിച്ചപ്പോൾ ആ കുട്ടിയില് ദൈവത്തിന്റെ പ്രവർത്തനം വല്ലാതെ ശക്തമായി പ്രതിഫലിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇത്രയും ബുദ്ധിരാക്ഷസനായതും സഭയുടെ തലവനായതും ഇതുപോലെ മനോഹരമായി ദൈവത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങള് യുക്തിബദ്ധമായി ബുദ്ധിക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവതരിപ്പിച്ചത് എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യേശുവിനെ മനസ്സിലാക്കാനും നമ്മെ തന്നെ മനസ്സിലാക്കാനുമുള്ള പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ദൈവവചനവും കൂദാശകളുമാണ്. ഇത് നമ്മൾ തിരിച്ചറിയുകയും ഇപ്പൊ നമ്മൾ കൂദാശയുടെ അർത്ഥം മാമോദിസയെ മനസ്സിലാക്കുമ്പോൾ യേശു ക്രിസ്തു ജനിച്ചതുപോലെ നമ്മളും ജനിക്കുന്നുവെന്നും ആ ജനനത്തിൽ നമ്മൾ ജീവിക്കേണ്ടതുണ്ടെന്നും അങ്ങനെ മരിക്കേണ്ടതുണ്ടെന്നും തിരിച്ചറിയുകയുമാണ്. ആരാണ് മനുഷ്യൻ എന്ന പ്രഹേളികയ്ക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തുകയാണ്.